നമസ്കാരം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് പരാതി നൽകിയതെന്നാൽ പരാതി വ്യാജമെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു. ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ മുൻപ് പരാതി നൽകിയിരുന്നു. അതേസമയം പരാതി വ്യാജമെന്ന് കൃഷ്ണകുമാറിന്റെ പ്രതികരണം പുറത്തുവന്നിട്ടുണ്ട്. 69 ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. തെറ്റ് സംബന്ധിച്ച് ജീവനക്കാർ 8 ലക്ഷം രൂപ തിരിച്ചു നൽകി. ജീവനക്കാരുടെ പരാതി വ്യാജമാണെന്നും ഏതു തരത്തിലുള്ള അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നാണ് നിലവിലെ കേസിന്റെ എഫ്ഐആർ. കേസിൽ മകൾ ദിയ കൃഷ്ണയും പ്രതിയാണ്. മ്യൂസിയം പോലീസ് 2 കേസുകളാണ് നിലവിലെടുത്തിരിക്കുന്നത്. ഒന്ന്, സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ മേലെടുത്ത കേസ്. കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് പോലീസ് ആദ്യം ഈ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ നിലവിൽ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ നൽകിയിരിക്കുന്ന കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി നടത്തിയത്. QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിലാണ് 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.